Dear students, welcome back. Today I am going through a new topic of our 6th chapter. The topic is external sources of recruitment. In the previous class, we have studied the internal sources of recruitment and types of internal sources. There are two types of internal sources, transfer and promotion. Okay, so what is the meaning of external sources of recruitment? എന്താണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാഹ്യ ഉറവിടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, ശ്രദ്ധിക്കുക. The recruitment takes place from outside the organization. From outside the organization is called external sources of recruitment. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനത്തിന് പുറത്തുനിന്ന് നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റിനെയാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാഹ്യ ഉറവിടം എന്ന് പറയുന്നത്. Once again, the recruitment takes place from outside the organization is called external sources of recruitment. Okay, it creates new source or new bloods in the organization because ഒരുപാട് ഫ്രഷ് ടാലൻറ്റഡായ ഒരുപാട് ഫ്രഷായ ആൾക്കാർ റിക്രൂട്ട്മെൻറ്റിൽ വരുന്നതിനാൽ ഇതിനെ നമുക്ക് ന്യൂ ബ്ലഡായിട്ട്, ഓക്കെ, ഒരു പുതിയ രക്തമായിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ സോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ബിക്കോസ് അത് ഇൻറ്റേർണൽ സോഴ്സിൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണ് അല്ലേ, നമ്മൾ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റിലൊക്കെ പഠിച്ചതാണ്. സോ നമുക്ക് ഈ ഔട്ട്സൈഡിൽ നിന്ന്, പുറമേ നിന്നുള്ള എംപ്ലോയീസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരെ എന്തായിട്ട് കണക്കാക്കാം? ന്യൂ ടാലൻറ്റഡ് ഓർ ന്യൂ ബ്ലഡായിട്ട് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ബിക്കോസ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദി സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് എപ്പോഴും എന്ത് നല്ലതാണ്? പുറമേ നിന്നുള്ള ഇത്തരത്തിലുള്ള ഫ്രഷായ ടാലൻറ്റഡ് ആയിട്ടുള്ള ലേബർ ഫോഴ്സ് അത്യാവശ്യമാണ്. ഓക്കെ, സോ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സസ് 2 ഉള്ളൂ, പക്ഷേ അങ്ങനെയല്ല. എക്സ്റ്റേണൽ സോഴ്സസ് നമ്മൾ ഒരുപാട്, ഏകദേശം 9ഓളം എക്സ്റ്റേണൽ സോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് 1 by 1 ആയിട്ട് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, സെക്കൻഡ് വൺ കാഷ്വൽ കോളേഴ്സ്, തേർഡ് വൺ എംപ്ലോയ്മെൻറ്റ് exchange, and fourth one placement agencies and management consultants, and next campus recruitment, and next recommendation of present employees, next labor contracts, and next web publishing. ഓക്കെ, ഇത്രത്തോളം എന്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്? ഔട്ട്സൈഡ് ഫാക്ടേഴ്സായ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, കാഷ്വൽ കോളേഴ്സ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, പ്ലേസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഏജൻസീസ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, റെക്കമെൻഡേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, ആൻഡ് ലാസ്റ്റ് വൺ വെബ് പബ്ലിഷിംഗ്. ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതും കൂടി ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Under direct method, in this method, a notice is put up on the company's notice board specifying the details of the vacant job. ഓക്കെ, കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ, കമ്പനിയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ ഏതെല്ലാം ആണോ ജോബ് വാക്കൻ്റ് ഉള്ള, ഏതെല്ലാം ജോലികളിൽ ഒഴിവുകളുണ്ട് എന്നുള്ള വിവരം കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നു. Okay, in this method, a notice is put on the company's notice board specifying the details of the vacant job. ഓക്കെ, ഏതെല്ലാം ജോബുകളിൽ ഒഴിവുകളുണ്ടെന്ന് കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ എന്ത് ചെയ്യുന്നു? പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ, ഓക്കെ, ഏതെല്ലാം ജോബുകളിൽ ഏതെല്ലാം സമയത്ത് ഇൻ്റർവ്യൂ നടക്കുന്നു, ഏതെല്ലാം ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുന്നുള്ള വിവരവും ഈ നോട്ടീസ് ബോർഡിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഏത് വ്യക്തികളാണോ ഇങ്ങനെയുള്ള ജോബിൽ അവർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവർ ആ ദിവസം കമ്പനിക്ക് അകത്തോട്ട് വരികയും കമ്പനിയിലോട്ട് വരികയും അവിടെ ഓൺ ദി സ്പോട്ടായിട്ട് അവിടെ എന്ത് നടക്കുകയും ചെയ്യും? റിക്രൂട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം
കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എംപ്ലോയീസ് ആ ഡേയ്സിൽ കറക്റ്റ് ടൈമിനകത്ത് ഓഫീസിലോട്ട് വരികയും അവിടെ വെച്ച് ഓൺ ദി സ്പോട്ടിൽ എന്ത് നടക്കുകയും ചെയ്യും, റിക്രൂട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് സോഴ്സിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാധാരണ രീതിയിൽ അൺസ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ലാബേഴ്സിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമുക്ക് വളരെ സ്കിൽഡായ, വളരെ കുറച്ച് ടഫായ അല്ലെങ്കിൽ ഹാർഡായ, വളരെ ബ്രില്യൻ്റായ വർക്കുകളിലൊന്നും ഇതുപോലുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. ഓക്കെ, അതിനൊക്കെ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് ഒരുപാട് സ്റ്റെപ്പിലൂടെ വേണം കടന്നു പോകാൻ. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വേക്കൻസികൾ, അതുപോലെ തന്നെ വളരെ അൺസ്കിൽഡായ, ഒരുപാട് സ്കില്ലൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ വേക്കൻസിയിലൊക്കെയാണ് നമ്മൾ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി എന്ത് റിക്രൂട്ട്മെൻറ്റ് നടത്താറ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഎക്സ്പെൻസീവാണ്. ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഇൻഎക്സ്പെൻസീവാണ്. കൂടുതൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കൂടുതൽ ക്യാഷ് അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് വെരി ഇൻഎക്സ്പെൻസീവ്. ദറ്റ് ഈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, കാഷ്വൽ കോളേഴ്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കാഷ്വൽ കോളേഴ്സ്? സംടൈംസ് ദി അൺസോളിസിറ്റഡ് അപ്ലിക്കൻസ് വിസിറ്റ് ഓഫീസ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ്. ഓക്കെ, കാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാതെ വരുന്നവർ, തേടി വരുന്നവർ എന്നൊക്കെ പറയും മലയാളത്തിൽ. ഓക്കെ, അതായത് ചില സമയങ്ങളിൽ ഓഫീസിൽ ചില ജോലി അന്വേഷിച്ചുകൊണ്ട്, ഇവിടെ എന്തെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ജോബ് സീക്കേഴ്സ് വരാറുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ജോബ് സീക്കേഴ്സിൻ്റെ ഒരു ഡാറ്റ കമ്പനി തയ്യാറാക്കുകയും ഭാവിയിൽ എന്തെങ്കിലും വാക്കൻസി വരികയാണെങ്കിൽ ഇവരിൽ നിന്ന് ആളെ നികത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ, ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? കാഷ്വൽ കോളേഴ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു. അതായത് ജോലി അന്വേഷിച്ച് വരുന്ന ഇങ്ങനെയുള്ള അൺസോളിസിറ്റഡ് അപ്ലിക്കൻസിന്, അൺസോളിസിറ്റഡ് മീൻസ് നമ്മൾ അവരെ ക്ഷണിച്ചുകൊണ്ടോ ഒന്നല്ല, അവർ തേടി വരുന്നതാണ് അല്ലേ. അവരിൽ നിന്ന് അവരുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുകയും അവരുടെ ഒരു ഡാറ്റാബേസ് കളക്ട് ചെയ്തിട്ട് നിയർ ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തെങ്കിലും ജോബ് വേക്കൻസി വരികയാണെങ്കിൽ ഇവരിൽ നിന്ന് അപ്ലിക്കേഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? കാഷ്വൽ കോളേഴ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ആൻഡ് തേർഡ് വൺ, അഡ്വർടൈസ്മെൻറ്റ്. യു നോ ദാറ്റ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് അല്ലേ? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കറിയാം, അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ന്യൂസ് പേപ്പർ, ബിസിനസ് ജേണൽസിലും ന്യൂസ് പേപ്പേഴ്സിലും ടെലിവിഷനിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ടാറ്റ പോലെയുള്ള കമ്പനിയിലും അതുപോലെ തന്നെ ഇൻഫോസിസ് പോലെയുള്ള കമ്പനിയൊക്കെ കുറിച്ചിട്ടും അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള ഒഴിവുകളുണ്ട്, യോഗ്യതയുള്ള എല്ലാവർക്കെല്ലാം അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഫുൾ വിവരം, ഫുൾ ഇൻഫോർമേഷൻ നമുക്ക് ഏതിലൂടെ ലഭിക്കും? ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെ നമുക്ക് സ്ഥാപനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമുക്ക് ഏതിലൂടെ ലഭിക്കുന്നു? അഡ്വർടൈസ്മെൻറ്റിലൂടെ ലഭിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മേ ബി ഒരുപാട് യോഗ്യരില്ലാത്ത പലരും ഇതിലോട്ട് അപേക്ഷിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പോൾ സോ ദ തേർഡ് വൺ ഈസ് ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. ആൻഡ് ഫോർത്ത് വൺ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ദി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് it is actually run by the government organization. ഓക്കെ, ഗവൺമെൻറ്റാണ് സാധാരണ രീതിയിൽ റൺ ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് റൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും എത്രമാത്രം ജോബ് വേക്കൻസി ഉണ്ട് എന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അറിയാനും, അതുകൊണ്ട് തന്നെ എംപ്ലോയറെയും എംപ്ലോയിയെയും ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനും പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് റൺ ബൈ ആരാണത് റൺ ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് റൺ ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? തൊഴിലാളികളെക്കുറിച്ചും അല്ലെങ്കിൽ യോഗ്യരായ ആൾക്കാർ അവിടെ പോയിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏതെല്ലാം മേഖലയിലുള്ള ആൾക്കാർക്ക് ഏതെല്ലാം രീതിയിൽ ജോലി ലഭിക്കും, അല്ലെങ്കിൽ അവരെ ഒരു ഇൻ്റർവ്യൂ വഴി എംപ്ലോയറെയും എംപ്ലോയിയെയും കണക്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്ററായിട്ടും ആർക്ക് പ്രവർത്തിക്കാൻ പറ്റും? ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തിക്കുവാൻ പറ്റും. ഓക്കെ, ഫിഫ്ത്ത് വൺ നെക്സ്റ്റ് നോക്കുക. അഞ്ചാമത്തത്, പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഏജൻസീസ്. ഇറ്റ് ഈസ് ആൾസോ ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഓക്കെ, ഇതൊരു ഏജൻസിയാണ്. ഈ പ്ലേസ്മെൻറ്റ് ഏജൻസി പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഏജൻസി
ഈ ഏജൻസീസ് എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അവരുടെ ക്ലയൻസിന് ഏതെല്ലാം കമ്പനികൾക്കാണോ ജോലിക്കാർ ആവശ്യം ഇവർക്ക് എന്ത് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ജോബ് സീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫുൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയും അവരുടെ യോഗ്യതയും അവരുടെ സ്കില്ലും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും അത് ആർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു, പല കമ്പനികൾക്കും. ജോബ് സീക്കേഴ്സിനെ അല്ലെങ്കിൽ ജോബ് സീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നു. സോ ദ ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറുടെയും എംപ്ലോയി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് അല്ലെ ഉദ്യോഗാർത്ഥികൾ ഇവരുടെ ഇടയിലും ഉള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു, ഇത്തരത്തിലുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസികൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ഇവരെന്ത് ചെയ്യുന്നു, ഇതിന് പ്രതിഫലമായിട്ട് ചില ചാർജസ്, കമ്മീഷൻസും ആരിൽ നിന്ന് ഈടാക്കാറുണ്ട്, എംപ്ലോയറുടെ കയ്യിൽ നിന്ന്, എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ഈടാക്കാറും ഉണ്ട്. നെക്സ്റ്റ് വൺ വളരെ ഫെമിലിയറായ ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്കറിയാം കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മോസ്റ്റ് ഓഫ് ദി മാനേജ്മെൻറ്റ് ആൻഡ് ആൾസോ പ്രൊഫഷണൽ കോളേജസ് ഹാവ് ബിക്കം എ പോപ്പുലർ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. നമുക്കറിയാം പല കോളേജുകളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ സ്റ്റഡീസൊക്കെ വളരെ പ്രധാനപ്പെട്ട പോപ്പുലർ സർവീസ് നടത്താറുണ്ട് ഇതിൽ റിക്രൂട്ട്മെൻറ്റിൽ. എസ്പെഷ്യലി ഫോർ പ്രൊഫഷണൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓർ ടെക്നിക്കൽ ജോബിനൊക്കെ വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻ എവിടേക്ക് വരാറുണ്ട്, ക്യാമ്പസിലോട്ട് വരാറുണ്ട്. അവിടെ വെച്ചിട്ട് വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് എന്ത് ചെയ്യാറുണ്ട്, നടത്താൻ ക്യാമ്പസിൽ വെച്ചിട്ട് ക്യാമ്പസിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാമ്പസിൽ വെച്ചിട്ട് എന്ത് നടത്താറുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കോളേജുമായിട്ടും ഈ പല സ്ഥാപനങ്ങൾക്കും എന്തുണ്ടായിരിക്കും, ടൈപ്പ് ഉണ്ടായിരിക്കും. അവർക്ക് വളരെ നന്നായിട്ട് കോളേജുകളെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കോളേജുകളിലോട്ട് പല മൾട്ടിനാഷണൽ കമ്പനിയും അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനികൾ വന്നിട്ട് അവിടെ നിന്നുള്ള കുട്ടികളെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ സ്ഥാപനത്തോട്ട് എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. സാധാരണ രീതിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, ടെക്നിക്കൽ സ്കിൽ ആൻഡ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള പോസ്റ്റുകളിലെല്ലാം നടക്കാറുണ്ട്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു സ്ഥാപനത്തിനകത്ത് വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ ഇൻഫോർമേഷൻ പ്രകാരവും പുറത്തുനിന്ന് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. ഇപ്പോൾ നിലവിലൊരു ജോലിക്കാരൻ ഉണ്ടെങ്കിൽ, സ്ഥാപനത്തിനകത്തുള്ളൊരു ജോലിക്കാരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ ഫലമായിട്ട് നമ്മൾ പുറമേ നിന്നുള്ള ആൾക്കാരൻ എന്ത് ചെയ്യാറുണ്ട്, ജോലിക്ക് എടുക്കാറുണ്ട്. ബിക്കോസ് ആ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് വളരെ നന്നായിട്ട് ആരെന്നെ അറിയാൻ പറ്റും, ഈ പുറമേ നിന്നുള്ള ജോലിക്കാരനെ അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. എട്ടാമത്തത് ലേബർ കോൺട്രാക്ടേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം ഈ ലേബർ കോൺട്രാക്ടേഴ്സൊക്കെ സാധാരണ രീതിയിൽ ലോക്കൽ ഏരിയസിലൊക്കെ വളരെയധികം കൂടുതലായിട്ട് ദേ ഹാവ് എ ക്ലോസ് കോൺടാക്ട് വിത്ത് ലാബേഴ്സ്. ലാബേഴ്സുമായിട്ട് വളരെയധികം ക്ലോസ് കോൺടാക്റ്റ് ഉള്ളവിടെ ആയിരിക്കും ഈ ലേബർ കോൺട്രാക്ടേഴ്സ്, ലേബർ കരാറുകാർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്ഥാപനത്തിന് സ്കിൽഡ് ആയതിലോട്ടൊന്നും നമ്മൾ ലേബർ കോൺട്രാക്ടേഴ്സ് വഴി എടുക്കാറില്ല. എന്നാൽ അൺസ്കിൽഡ് ആയ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഒഴിവുണ്ടെങ്കിൽ ഈ ലേബർ കോൺട്രാക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി അത്തരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോബ് വാക്കൻസികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫില്ല് ചെയ്യാറുണ്ട്. ബിക്കോസ് ദേ ഹാവ് എ ഗുഡ് ക്ലോസ് കണക്ഷൻ വിത്ത് ദീസ് ലാബേഴ്സ്. ഇവരുമായിട്ട് ഈ ലാബേഴ്സുമായിട്ട് ഈ ലേബർ കോൺട്രാക്ടേഴ്സിന് വളരെയധികം ക്ലോസ് കണക്ഷൻ ഉണ്ടായിരിക്കും. സോ അവർക്ക് അറിയാം ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ആൾക്കാർ ഇങ്ങനെ എത്തരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ ഈ ലേബർ കോൺട്രാക്ടേഴ്സിന് അറിയാവുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വേക്കൻസികൾ വരാറുന്ന സമയത്ത് നമ്മൾ ലേബർ കോൺട്രാക്ടേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആൾക്കാരെ പുറമേ നിന്നിട്ട് ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, റിക്രൂട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ വെബ് പബ്ലിഷിംഗ്. ഇറ്റ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഇന്ന് നമ്മുടെ റീസെൻറ്റ് ടൈമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിക്രൂട്ട്മെൻറ്റാണ് വെബിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി. നമുക്കറിയാം മോസ്റ്റ് കോമൺ വെബ്സൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ. Naukri.com എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മോൺസ്ട്രീം, ജോബ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെബ് നമുക്കിന്ന് കാണാൻ പറ്റും. എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, വെബ് പബ്ലിഷിംഗ്
പബ്ലിഷിംഗ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ റിക്രൂട്ട്മെൻറ്റ്, ബിക്കോസ് നമുക്ക് വെബ് സെർച്ച് ചെയ്തറിയാം ഏതൊക്കെ കമ്പനിയിൽ എവിടെയൊക്കെ naukri.com ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തറിയാം ഏതൊക്കെ കമ്പനികൾ ഏതെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ sources of recruitment. First one, direct recruitment. Second one, casual callers. Third one, advertisement. Fourth one, employment exchange. Fifth one, placement and consulting agencies. Campus recruitment, recommendation of employees, labor contractors, and last one, web publishing. Okay, so these are the main outsiders and they are the first talented and new blood to the organization. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഓരോന്നിൻ്റെയും ഉദ്ദേശം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. താങ്ക് യു സോ മച്ച്.